ഹായ് ഗായ്സ്, വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതായത് എന്തൊക്കെയാണ് ഒരു സ്റ്റുഡൻറ്റ് അബ്രോഡിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ പാക്ക് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സീരീസ് 1 ആണ്. ഞാൻ 2 പാർട്ടായിട്ടിട്ടുണ്ട്, കാരണം കുറേ സാധനങ്ങളുണ്ട്. ഫസ്റ്റ് മെയിനായി നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമാണ് മെഡിസിൻ. അതായത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നോക്കി പറയാം. ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാലേ ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ അതായത് മെഡിസിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു ചാർട്ട് കൊടുക്കുക, അത് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അത് എന്തായാലും ബാഗിൽ പാക്ക് ചെയ്യുക. ഫസ്റ്റ് ഫീവറിനും പെയിൻ റിലീഫിനുള്ള ടാബ്ലറ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. പാരസെറ്റമോൾ മസ്റ്റായി ക്യാരി ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ടാബ്ലറ്റ്സ് ഒക്കെ 6 മന്ത്സിനുള്ളത് അറ്റ്ലീസ്റ്റ് ബാഗിൽ ക്യാരി ചെയ്യുക. ഐബുപ്രോഫൻ തലവേദനക്കുള്ള ടാബ്ലറ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് തലവേദന ഒക്കെ വരുന്ന ആൾക്കാർ ഐബുപ്രോഫൻ എടുക്കുക. ഇൻഫ്ലമേഷൻസിനുള്ള ടാബ്ലറ്റ് ആണ് ഡൈക്ലോഫിൻ, അത് എടുക്കുക. പിന്നെ പീരിയഡ്സ് ഉണ്ടാകുമ്പോൾ ഭയങ്കര വയറുവേദന ഉള്ള കുട്ടികൾ, അതായത് ഭയങ്കര എക്സ്ട്രീം പെയിനൊക്കെ ഉള്ള ആൾക്കാർ മെഫ്താൾ സ്പാസം മസ്റ്റായി കയ്യിലെടുക്കുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങുമ്പോൾ പെയിൻ കൂടുമ്പോൾ എക്സാമൊക്കെ ഉള്ള സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പം ഈ ടാബ്ലറ്റ് എടുക്കുക. അതുപോലെ തന്നെ കോൾഡ്, ഫ്ലൂ, അലർജി, ഈ അലർജി ഉള്ള ആൾക്കാർ സിട്രസിൻ മസ്റ്റായി കയ്യിൽ വെക്കുക. കാരണം ചില ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ അലർജി വരുമ്പോൾ ഇവിടെ ടാബ്ലറ്റ് കിട്ടൂല എന്നല്ല, പക്ഷെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന സെയിം ടാബ്ലറ്റ്സ് ഇവിടെ കിട്ടൂല. കണ്ടന്റ് സെയിം ആയിരിക്കും, പക്ഷെ പ്രൈസിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം നാട്ടിൽ ഞങ്ങൾക്ക് 50 റുപ്പീസിന് കിട്ടുന്നത് ഇവിടെ നിങ്ങളൊരു അറൗണ്ട്, ഞാൻ അന്നൊരു എനിക്ക് തൊണ്ടവേദനയായിട്ട് ഞാൻ ആൻറ്റിബയോട്ടിക്സ് എടുത്തത് ഓഗ്മെൻറ്റിൻ. ഇവിടുന്ന് എനിക്ക് തൊണ്ടവേദനയായി വാങ്ങിയപ്പം അറൗണ്ട് നാട്ടിലത്തെ ഒരു 1000 റുപ്പീസാണ് ആയത്. അപ്പം അതാ പറയുന്നത്, നാട്ടിൽ നിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ടാബ്ലറ്റ്സ്. അപ്പം അലർജിക്കുള്ള ടാബ്ലറ്റ് വാങ്ങുക. ഡെക്സ്ട്രോ മെത്തോർഫൻ എന്ന് പറഞ്ഞൊരു കഫ് സിറപ്പ് ഉണ്ട്. നേസൽ സ്പ്രേ, വിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും കയ്യിൽ വെക്കുക. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം വരുന്ന സമയത്ത് എടുക്കാനുള്ള ടാബ്ലറ്റ്സിന്റെ ലിസ്റ്റ് ഞാൻ പറയാം. പാൻഡപ്രസോൾ മെയിനായി എടുക്കുക, അസിഡിറ്റിക്ക് ഉള്ളതാണ്. അതുപോലെ തന്നെ ഡോംപെരിഡോൺ നൗസിയക്കുള്ള ടാബ്ലറ്റ് ആണ്. പിന്നെ ORS എടുക്കുക. കാരണം ചില കുട്ടിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തലകറങ്ങൽ, ക്ഷീണാവല്, ഓട്ടങ്ങൾ കൂടുമ്പോൾ ചിലപ്പോൾ തലകറങ്ങലൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പം ORS കയ്യിലെടുക്കുക. പിന്നെ സൈക്ലോബാം പെയിൻ കില്ലറാണ്. അപ്പോൾ പെയിൻ കില്ലർ കയ്യിൽ വെക്കുക. സ്കിന്നിനും ഇൻഫെക്ഷൻസിനും ഉള്ള ടാബ്ലറ്റ് ഞാൻ പറയാം. കെലമൈൻ ലോഷൻ എടുക്കുക കേട്ടോ. ഇച്ചിങ് ഒക്കെ വരൂലേ, ഇച്ചിങ് ഒക്കെ ഇങ്ങനെ ഫേസിൽ ഇച്ചിങ്ങോ അല്ല കയ്യോ കാലോ അങ്ങനെ ഇച്ചിങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ കെലമൈൻ ലോഷൻ കയ്യിൽ എന്തായാലും വെക്കുക, ഒരു ബോട്ടിൽ. ഓക്കെ. ബേണോൾ, ഇങ്ങോട്ട് വന്ന് ആദ്യമായി കുക്കിംഗ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കയ്യിൽ സ്വാഭാവികമായിട്ടും പൊള്ളലൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ കയ്യിലുണ്ട് ഒരു പൊള്ളൽ. അപ്പോൾ ഇങ്ങനെ പൊള്ളുന്ന സമയത്ത് തേക്കാനുള്ള ഒരു ബേണോൾ എടുക്കുക. പിന്നെ മിബ്രോസിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്, അത് ബാക്ടീരിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങോട്ട് എനിക്ക് ഇതിൻ്റെ അടുക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ അണ്ടർ ആംസിനകത്തൊരു ലംപ് പോലെ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര പെയിൻ കിടക്കുന്ന സമയത്ത്. അതിങ്ങനെ ഇത് ആർക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കിടക്കുമ്പോൾ ഭയങ്കര പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ അതിങ്ങനെ പൊട്ടിയിട്ട് ബ്ലഡ് വരും. അപ്പോൾ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു, പക്ഷേ ആക്ച്വലി അതൊരു ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ അതിനൊക്കെ എടുക്കാൻ പറ്റിയ ടാബ്ലറ്റ് ആണ് ഈ മിപ്രോസിൻ. എൻ്റെ ഫ്രണ്ടിൻ്റെ പപ്പ ഡോക്ടറാണ്, അപ്പോൾ അവർ പറഞ്ഞതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇങ്ങനെ വരുന്ന സമയത്ത് മിപ്രോസിൻ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അച്ഛൻ പറഞ്ഞ ടാബ്ലറ്റ് ആണ് കേട്ടോ. ടീ ബാറ്റ് കയ്യിൽ വെക്കുക. ബീറ്റാഡിൻ ഗാർഗിള് വാങ്ങിക്കുക. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ ചില കുട്ടികൾക്ക് ക്ലൈമറ്റ് മാറുമ്പോൾ പനിക്കും തൊണ്ടവേദന ഒക്കെ ഉണ്ടാവും. അപ്പം ബീറ്റാഡിൻ ഗാർഗിള് നല്ലതാണ്. അപ്പോൾ ബീറ്റാഡിൻ ഗാർഗിളൊക്കെ വാങ്ങിക്കട്ടോ. ഈ ആൻറ്റിബയോട്ടിക്സ് ഞാൻ പറയാം. ആൻറ്റിബയോട്ടിക്സ് ഏതൊക്കെയാണ് വേണ്ടത്? അമോക്സിലിൻ മെയിനായിട്ട് കയ്യിലെടുക്കുക. കാരണം പനി വന്നാൽ മാറില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പനിക്ക് ഉള്ളൊരു ടൈമാണ്. എനിക്കൊക്കെ പനി വന്ന സമയത്ത് മിനിമം 2 വീക്സ് എടുത്ത് മാറാൻ. അത് എൻ്റെ പനി പിന്നെ എൻ്റെ ഫ്രണ്ടിന് ഇതായി സർക്കുലേറ്റ് ആയി എൻ്റെ കഴിയുമ്പോൾ ഓക്ക് പനി കഴിയുമ്പോൾ വീണ്ടും എനിക്ക് വരും. അങ്ങനെ സർക്കുലേറ്റ് ആയി പനി മാറില്ല. അതുകൊണ്ട് അമോക്സിലിൻ കയ്യിൽ എന്തായാലും വെക്കുക. സിപ്രോഫ്ലോക്സാക്സിലിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഇത് UTIക്കുള്ള ടാബ്ലറ്റ് ആട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും UTIക്കുള്ള ടാബ്ലറ്റ് ഒക്കെ എന്തിനാ, എനിക്ക് UTI ഇല്ലല്ലോ എന്ന്. പക്ഷേ UTIക്കുള്ള ടാബ്ലറ്റ് നിങ്ങൾ മസ്റ്റായി കയ്യിൽ വെക്കണം. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വെള്ളം ശരിയില്ല. അപ്പം എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ രണ്ട് ഫ്രണ്ട്സിനും UTI വന്ന് ഭയങ്കര സിവിയറായി ഹോസ്പിറ്റൽ കൊണ്ടുപോയി. UTI വന്നിട്ട് എങ്ങാനും ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഇവർക്ക് 2 പേർക്ക് ആയ ബില്ലാണ് നാട്ടിലത്തെ അറൗണ്ട് 13,000 റുപ്പീസ്. ഒരാൾക്ക് 13, ഒരാൾക്ക് 15,000 റുപ്പീസ് ആയേ. അത് ഇവർ ജസ്റ്റ് ഒരു എക്സ്റേ എടുത്ത്, ECG എടുത്ത്, അൾട്രാസൗണ്ട് എടുത്ത്, ഇതൊക്കെ എടുത്ത് ജസ്റ്റ് ചെക്ക് ചെയ്ത് വിട്ട് ടാബ്ലറ്റ്സ് ഒന്നും കൊടുത്തില്ല. പ്രിസ്ക്രൈബ് ചെയ്ത് പുറത്തുനിന്ന് ഞങ്ങൾ വാങ്ങണം. അപ്പോൾ UTI ഒക്കെ വരികയാണെങ്കിൽ ഈ ടാബ്ലറ്റ് കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഹോസ്പിറ്റലിൽ പോയി കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാണ് ചിലവാകുക. കാരണം ഇവിടെ മിനിമം സ്റ്റാർട്ടിങ് 112 വിളിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഫ്രീ ആണ്.
പക്ഷേ 112 അല്ലാതെ അവരെ കയ്യിൽ നിൽക്കാത്ത കേസ്, അതുപോലെ UTI ഒക്കെ പോലത്തെ കേസാണെങ്കിൽ അവർ ഹോസ്പിറ്റലിലോട്ട് പ്രിഫർ ചെയ്യും. അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്ത് ബില്ല് ഇങ്ങനെ അടിച്ചു കയറും. മിനിമം സ്റ്റാർട്ടിങ് തന്നെ ഒരു 10 ഒക്കെയാണ് സ്റ്റാർട്ടിങ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ 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 പോകും. എൻ്റെ ഫ്രണ്ടിന് ഇതുപോലെ ശ്വാസം മുട്ടൽ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഓക്ക് ഒന്നും ടാബ്ലറ്റ് ഒന്നും കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. ജസ്റ്റ് പോയി എക്സ്റേ എടുത്ത്, അൾട്രാസൗണ്ട് എടുത്ത്, ECG എടുത്ത്, ഇതുപോലെ പല ടെസ്റ്റുകൾ നടത്തി. എന്നിട്ട് ഈ ടെസ്റ്റുകളൊക്കെ നടത്തി ജസ്റ്റ് അതിൻ്റെ റിസൾട്ട് കൊടുത്ത് ഓക്കായത് 500 and something ലാരിയാണ്. അതായത് നാട്ടിലത്തെ ഒരു നല്ല എമൗണ്ട്. 500 and something ലാരി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 1 ലാരി ഈക്വൽസ് ടു 33.99 INR. അപ്പം നിങ്ങൾ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി, 500 something ആണ് ആയത്. അപ്പം അതുകൊണ്ട് ടാബ്ലറ്റ്സ് ആണ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ ടാബ്ലറ്റ്സ് കൊണ്ടുവരണം. കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം ഇവിടുന്ന് വാങ്ങിക്കാം. ടാബ്ലറ്റ്സ് അതുപോലെ അല്ല, വാങ്ങിക്കുക. പക്ഷെ എല്ലാവർക്കും എല്ലാം പറ്റണം എന്നില്ല. സ്കിൻ ആൻഡ് ഇൻഫെക്ഷൻ ഉള്ള ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ സൈഡിലൊരു ബോർഡിൽ ഇങ്ങനെ കൊടുക്കുക, അതിൻ്റെ പേരുകളൊക്കെ സൈഡിൽ കൊടുക്കുക കേട്ടോ. ആംപിസിലിൻ, ക്ലോക്സാക്സിലിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് സ്കിൻ ഇൻഫെക്ഷന്, UTI, റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അതും എടുക്കുക. എല്ലാം സേഫ്റ്റിക്ക് എല്ലാം കയ്യിൽ വെക്കുക. അസിത്രോമൈസിൻ കയ്യിൽ വെക്കുക. പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് കയ്യിൽ മെയിൻ ആയിട്ട് വേണം കേട്ടോ. അതായത് ഒരു ബാൻഡേഡ്, ചിലപ്പോൾ തട്ടി മുട്ടി ഒരു മുറിവൊക്കെ ആയിന്ന് വരാം. ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ആൻറ്റിസെപ്റ്റിക് വൈപ്പ്, ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷന്, ഒരു ബേസിക് ബാൻഡേഡ്, അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 ബാൻഡേഡ്സ് കയ്യിൽ വെക്കുക. ചിലപ്പോൾ എന്തെങ്കിലും മുറിയായിരുന്നെങ്കിൽ യൂസ് ചെയ്യാലോ. അപ്പോൾ അതൊക്കെ കയ്യിൽ വെക്കുക. പിന്നെ സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, പക്ഷെ എടുക്കുന്നത് നല്ലതാണ്. കാരണം സപ്ലിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വൈറ്റമിൻ D, omega 3, പിന്നെ അയൺ സപ്ലിമെൻറ്റ്സ്, വൈറ്റമിൻ C. ഇതൊക്കെ എടുക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഡോക്ടറിനെ പ്രിസ്ക്രൈബ് ചെയ്യും. ഇപ്പം എനിക്ക് അയണിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ അതിനുള്ള ടാബ്ലറ്റ് കൊണ്ടുവന്നത്. എൻ്റെ പല ഫ്രണ്ട്സിനും അതല്ല, അവർക്ക് വൈറ്റമിൻ ഡിൻ്റെ കുറവായിരുന്നു ഓരോരാൾക്ക്. അപ്പോൾ ഓരോരാൾക്ക് ഡിപ്പെൻസ് ആണ്, ഓരോരാൾക്ക് ഏതാ വേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് കൺസൾട്ട് ചെയ്യുക. കൺസൾട്ട് ചെയ്തിട്ട് ഏതാ വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് വാങ്ങുക. അതും കൂടാതെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്യുക കേട്ടോ. എന്നാലേ മനസ്സിലാവും നിങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് എന്തൊക്കെ അതായത് രോഗങ്ങൾ സമ്പാദിച്ചു എന്നുള്ളത് അപ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കംപ്ലീറ്റ് ചെക്കപ്പ് എടുക്കുക ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ. ഓക്കെ. പിന്നെ പറയാനുള്ള ടോയ്ലറ്ററീസിനെ കുറിച്ചാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പിടിക്കാൻ, എനിക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ശരിക്കും കാണുന്നില്ല. ഈ ബുക്കിലുള്ളതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അതാ കുറേ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ടോയ്ലറ്ററീസിനകത്ത് മെയിനായിട്ട് എടുക്കേണ്ടത് ടൂത്ത് ബ്രഷ്, പിന്നെ പേസ്റ്റ്, ടങ് ക്ലീനർ എടുക്കുക. പിന്നെ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യുക, അല്ലാത്തവർക്ക് യൂസ് ചെയ്യേണ്ട വേണമെങ്കിൽ എടുത്താൽ മതി. ബോഡി വാഷ് അത് ചില ആൾക്കാർ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതുണ്ടാവും, സ്പെസിഫിക് ആയിട്ട് ഇന്നതേ യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു 6 months സാധനങ്ങൾ കൊണ്ടുവരിക. അതായത് ബോഡി വാഷ് ആണെങ്കിലും ഒരു 6 months യൂസ് ചെയ്യും പോലെ കൊണ്ടുവരിക. ചില കുട്ടികൾ ഇവിടെ വന്നിട്ട് 1 year കഴിഞ്ഞിട്ടൊക്കെ പോവുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ അങ്ങനെ കൊണ്ടുവരിക. പക്ഷേ ഞാൻ പറയാം, മിനിമം 6 months സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. പിന്നെ ഷേവിങ് കിറ്റ്, ഹാൻഡ് സാനിറ്റൈസർ, പിന്നെ നെയിൽ കട്ടർ മസ്റ്റായി എടുക്കണം. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ ഫെമിനൈൻ ഹൈജീനെ കുറിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ പറയാം, എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ള. ഫസ്റ്റ് ഇൻറ്റിമേറ്റ് വാഷ് എടുക്കുക, അതെന്തായാലും കൊണ്ടുവരണം. പാഡ്സ് ഓർ കപ്സ് അല്ലെങ്കിൽ പാഡ് പാൻറ്റീസോ അങ്ങനെ ആരെന്താ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ പാഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബഞ്ച് ഓഫ് പാഡ്സ് ഒരു അറൗണ്ട് ഒരു 6 packets 7 packets കൊണ്ടുവരിക. പിന്നെ കോട്ടൺ ബഡ്സ്. സ്കിൻ കെയറിനെ കുറിച്ച് പറയാം. സ്കിൻ കെയറിൽ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, സ്കിൻ കെയർ എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഫേസ് വാഷ് എടുക്കുക, ലിപ് ബാം എടുക്കുക. ഇവിടെ നല്ല തണുപ്പാണ്, അപ്പം ലിപ് ബാം മസ്റ്റായിട്ട് ഒരു 2 കയ്യിൽ വെക്കുക കേട്ടോ. കാരണം നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ലിപ്പ് ഇങ്ങനെ ബ്രേക്ക് ഔട്ട്സ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ചുണ്ടിൽ മാക്സിമം ലിപ് ബാം യൂസ് ചെയ്യുക. കാരണം ചുണ്ട് നല്ല പൊട്ടി ഒരുമാതിരിയാവും ഈ പീക്ക് വിൻ്ററിൻ്റെ സമയത്തൊക്കെ. അപ്പം ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പീക്ക് വിൻ്റർ ഉള്ള സമയത്ത് ലിപ് ബാം യൂസ് ചെയ്യും. എന്നിട്ട് തണുപ്പ് കുറച്ച് കുറയുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും. മോയ്സ്ചറൈസർ, ഫേസിനും ബോഡിക്കുള്ള മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ മേക്കപ്പ് ഐറ്റംസ് നിങ്ങൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ കൊണ്ടുവരിക. പിന്നെ പേഴ്സണൽ സ്കിൻ കെയർ എന്തൊക്കെയാണോ, നിങ്ങളിപ്പോൾ ചിലപ്പം സിറമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ സ്കിൻ കെയർ സാധനങ്ങൾ മൊത്തം. ബോഡി കെയറിൽ ലോഷൻ, പിന്നെ ഡിയോഡ്രൻറ്റ്, ഇപ്പോൾ സ്പെസിഫിക് പെർഫ്യൂം മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ പെർഫ്യൂംസ് എടുക്കുക. പക്ഷേ ഒരിക്കലും വാരി വലിച്ച് കുറേ സാധനങ്ങൾ കൊണ്ടുവരാതിരിക്കുക. മെയിനായിട്ടുള്ള സാധനങ്ങൾ മാക്സിമം സ്റ്റോർ ചെയ്യുക.
ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുറേ കൊണ്ടുവരാതിരിക്കുക. ഹാൻഡ് ക്രീം കൈ നല്ല പൊട്ടലുള്ള ആൾക്കാരുണ്ടാവും, അതായത് ഹാൻഡ് നല്ല ബ്രേക്ക് ഔട്ട്സ് വരുന്ന ആൾക്കാരുണ്ടാവും. അവർ കയ്യിൽ എന്തായാലും ഒരു ഹാൻഡ് ക്രീം വാങ്ങിക്കുക. കാരണം നല്ല തണുപ്പുള്ള സമയത്ത് കൈ പൊട്ടാത്ത ആൾക്കാരെ കൈയും പൊട്ടലുണ്ട്, അതായത് കൈയൊക്കെ ഇങ്ങനെ മരവിച്ച അവസ്ഥയായിരിക്കും. അപ്പോൾ അത് ഹാൻഡ് ക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാർ, കൈ പൊട്ടലുള്ള ആൾക്കാർ ഹാൻഡ് ക്രീം കൊണ്ടുവരിക. ഫുഡ് ഓയിൻമെന്റ് കൊണ്ടുവരിക. കാല് പൊട്ടുന്ന ആൾക്കാർ ഏറ്റവും നല്ലത് വാസ്ലൈൻ കൊണ്ടുവരുന്ന കേട്ടോ. കാരണം കൈയിന് യൂസ് ചെയ്യുക, കാലിനും യൂസ് ചെയ്യുക. പൊട്ടലുണ്ടെങ്കിൽ നല്ല തണുപ്പാണെങ്കിൽ കാലും കയ്യിലും ഒക്കെ ഒന്ന് തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഹെയർ കെയർ ഓയിൽ, അതായത് ഈ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മിനിമം 2 ബോട്ടിൽസ് 6 മന്തിന് കൊണ്ടുവരാൻ നോക്കുക. കാരണം 6 മന്തിന് 2 ബോട്ടിൽസ് ഒക്കെ മതി. 6 മന്തോ ഒരു ചിലപ്പോൾ ചില കുട്ടികൾ 6 മന്ത് നിൽക്കും, ചില ആൾക്കാർ 1 ഇയർ നിന്നിട്ടിരിക്കും വെക്കേഷന് പോവുക. അപ്പം അറ്റ്ലീസ്റ്റ് 2 ബോട്ടിൽസ് ഓഫ് ഓയിൽ കൊണ്ടുവരിക തലക്ക് തേക്കാനുള്ള. പിന്നെ ഷാംപൂ, കണ്ടീഷണർ, ഇതൊക്കെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും പോലെ സാധനങ്ങൾ കൊണ്ടുവരാം. പിന്നെ ഹെയർ മാസ്ക് വേണമെങ്കിൽ ഹെയർ മാസ്ക്, ഹെയർ കോമ്പ്, സ്പഞ്ചീസ്, ക്ലിപ്സ്. പിന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, ഡ്രയർ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കുക, കുറവ് വോട്ടുള്ള സാധനം കൊണ്ടുവരിക. കാരണം ഇവിടെ പ്ലഗിൽ കുത്തുമ്പോൾ പൊട്ടിത്തെറിക്കും, അധികം വോട്ടുള്ളതാണെങ്കിൽ പൊട്ടിത്തെറിക്കുക, അത് ശ്രദ്ധിക്കുക. സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യുന്ന ആൾ സ്ട്രൈറ്റ്നറുണ്ട്. ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു കയ്യിൽ വെക്കുക. നിങ്ങൾക്കിപ്പോൾ ഡാൻഡ്രഫ് ഉള്ള ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം യൂസ് ചെയ്യുമ്പോൾ ചില ആൾക്ക് ഡാൻഡ്രഫ് വരും. ഇപ്പം എനിക്കൊക്കെ നല്ല ഡാൻഡ്രഫ് ഉണ്ട്, കാരണം ഇവിടുത്തെ വെള്ളം ശരിയില്ല. ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല വാഷ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങിക്കുക, ആ വെള്ളത്തിൽ തല കഴുകുക, ബാക്കി നമുക്ക് അങ്ങനെ നോർമൽ വാട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ പക്ഷെ എന്തായാലും ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു എങ്കിലും കയ്യിൽ വാങ്ങിച്ച് വെക്കുക. കാരണം നല്ല ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. മിനിമം 4 ടവൽസ് വാങ്ങാം. കാരണം നല്ല തണുപ്പുള്ള സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും വാഷ് ചെയ്ത് ഇട്ടാൽ ഉണങ്ങി കിട്ടാൻ തന്നെ ഒരു 3-4 ദിവസം എടുക്കും. ഈ ഡ്രസ്സൊക്കെ ഉണങ്ങാൻ നല്ല പണിയാണ് വിൻ്ററിൽ. അപ്പം 4 ടവൽസ് കയ്യിൽ വെക്കുക. അപ്പം ഇത്ര. അപ്പം ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ഡ്രസ്സും എന്തൊക്കെ എത്നിക് വെയറോ അങ്ങനത്തെ ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ ദെൻ ബൈ.